പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ ലോകം മുഴുവൻ ഒരു പന്തിനു ചുറ്റുമുരുളുമ്പോ ലോകം ഒരു ഫുട്ബോളമായി മാറുമ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മലയാള ടെലിവിഷൻ ചാനലുകളിൽ ഏറ്റവും കൂടുതൽ സ്പോർട്സ് ജേർണലിസ്റ്റുകളുള്ള സ്പോർട്സ് എഡിറ്റർമാരുള്ള റിപ്പോർട്ടർ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരത്ഭുതം കാത്തുവെച്ചിട്ടുണ്ട്. എല്ലാവരും വിളിച്ചേക്കാം. ഡോക്ടർ അൻവർ, ഞാൻ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഫൈനലിന്റെ ദിവസം ഇങ്ങനെ നിരത്തി നിർത്തും, എന്താമെങ്കിലും എണ്ണിക്കോ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദാ വരുന്നു നൺ അതർ ദാൻ സൗമേഷ് പെരുവല്ലൂർ. വെൽക്കം സൗമേഷ് പെരുവല്ലൂർ. അർജന്റീന കുപ്പായത്തിൽ സൗമേഷ് പെരുവല്ലൂർ വരുന്നത് കണ്ടിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്ത് തോന്നുന്നു? അത് അന്ന് ആദ്യമായി ലയണൽ മെസ്സി ലോകകപ്പ് കളിക്കാൻ വന്ന പോലെ ഒരു വരവല്ലേ? ഈ കുപ്പായ ഇട്ടിട്ടൊന്നും വലിയ കാര്യമില്ല. അടുത്ത അർജന്റീനിയൻ ഫാൻ വരികയാണ്. മാത്രമല്ല ഹൃദയത്തിലും കാൽപന്തിലും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ചോരയിൽ വരെ നീലരക്തമാണെന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് ക്വിക്ക് റെസ്പോൺസ്. നോക്കൂ, മൊത്തം അർജന്റീനയാണ്. നിങ്ങൾ രണ്ടുപേരും ഇത്ര കോൺഫിഡൻസോടുകൂടി വരാൻ എന്താ കാര്യം? എത്രയോ ആളുകൾ കാണുന്നതാണ്. പ്രത്യേകിച്ച് എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും അർജന്റീനയ്ക്കെതിരെ സ്പെയിൻ അനുകൂലമായി നിൽക്കുമ്പോൾ ടെൻഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി ഞങ്ങൾക്കൊന്നും നേടാനില്ല. എപ്പോഴും ചോദിക്കാൻ ഒറ്റ കാര്യമുള്ളൂ എന്റെ പ്രിയപ്പെട്ട സോമേഷ്. 67% ബോൾ പൊസഷനുള്ള ഒരു രാജ്യമാണ് സ്പെയിൻ എന്നുള്ളത് മറന്നിട്ടാണോ ഇനിയിപ്പ്? 8975 പേർ ഇതുവരെ ലോകകപ്പ് കളിച്ചില്ല. 8975 പേർ. അതിൽ ലോകകപ്പിൽ 3 ലോകകപ്പുകളിൽ ഫൈനലുകളിൽ 3 ലോകകപ്പ് ഫൈനലുകളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ ആളാണ് ലയണൽ മെസ്സി. 3 ഗോൾഡൻ ബോൾ നേടാൻ പോകുന്ന ആളാണ് ലയണൽ മെസ്സി. അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടല്ലോ. മരിച്ചു. അത് പക്ഷേ നോക്കൂ, 650 മിനിറ്റ് ലോകകപ്പ് ചരിത്രത്തിൽ തന്റെ ഗോൾ വലയിൽ ഒരൊറ്റ പന്ത് പോലും കയറാതെ സൂക്ഷിച്ചൊരു മനുഷ്യനുണ്ട്. മെസ്സിയോട് കളിച്ചിട്ടില്ല, അർജന്റീനയോട് കളിച്ചിട്ടില്ല. അത് നിങ്ങൾ അങ്ങനെ പറയരുത്. അങ്ങനെയാണെങ്കിൽ ഫൈസൽ ഹംസ നമുക്കൊപ്പം ചേരും. ഫൈസൽ ഹംസ, ജയേഷ് പൂക്കോട്ടൂർ. വെൽക്കം ഫൈസൽ ഹംസ. മെസ്സിയുടെ പേര് പറഞ്ഞ ബ്രെയിൻ എന്നാണ് പുതിയ പേര്. അതെ, ബുദ്ധി കൊണ്ടുള്ള കളിയാണ്. മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് വരികയാണ്. 48 ടീമുകളുള്ള ഈ ടൂർണമെന്റിൽ ഇവര് 46 ടീമുകളെ പിന്തുണച്ചു. ഈ ബ്രാച്ചുകൾ ഫാൻസ് നിങ്ങളെ ഫിഫയും പിന്തുണച്ചു. രണ്ട് ടീം ഫൈനലിലെത്തി. അവസാനം സ്പെയിനെ പിന്തുണക്കേണ്ടി വന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇനി അനൂപ് ഷൺമുഖൻ, അർജന്റീനയുടെ കരുത്തനായ അനൂപ് ഷൺമുഖൻ എത്തുന്നു. വെരി ഗുഡ് ഈവനിങ്. മാത്രമല്ല അനൂപ് ഷൺമുഖന്റെ വോയിസ് ഓവർ ഒക്കെ ഗംഭീരമായ സ്റ്റോറികളാണ്. അപ്പൊ നാളെ അനൂപ് ഷൺമുഖൻ കരഞ്ഞുകൊണ്ടൊരു വോയിസ് ഓവറിനുള്ള പാക്കേജ് എഴുതാൻ പോവാണ്. പാക്കേജ് സ്ക്രിപ്റ്റ് അടിക്കാൻ പോവാണ്. കരഞ്ഞുകൊണ്ട് എഴുതാൻ തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ്. ഓൾറെഡി പണ്ടൊരു കാലത്ത് ചങ്ക് തുറന്നിങ്ങനെ കാണിക്കും കുറച്ചു നേരം കഴിയുമ്പോ. അപ്പോൾ ഇനി മുഹമ്മദ് ഷഫീഖ് നമുക്കൊപ്പം വരുന്നു. അടുത്ത സ്പെയിൻ ആരാധകരാണ്. കമോൺ. ഇനി കഴിഞ്ഞ 1 മാസമായി ഉറങ്ങിയിട്ടില്ലാത്തൊരു മനുഷ്യനെ കൂടി വിളിക്കേണ്ടതുണ്ട്. എല്ലാ ദിവസവും രാവിലെ വന്ന് വികാര നിർഭരമായ പാക്കേജുകളും കണക്കുകളും ഒക്കെ നമുക്ക് നൽകുന്ന നമ്മുടെ സ്വന്തം രഞ്ജു മത്തായി. വെൽക്കം രഞ്ജു മത്തായി. രഞ്ജു മത്തായി, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അവസാനം ഇഞ്ചി മിഠായി എന്നതാണ്. വലതുവിങ്ങിലൂടെ ലാമിൻ യമാലിന്റെ ആ ഗംഭീരമായ ഷോട്ട് അത് തകർക്കാൻ റൊമേരോ കുറച്ച് വിയർക്കും. പക്ഷേ തടുക്കുമെന്ന്. ഇതൊരു സ്വപ്ന ടീമാണ്. ഇത്തവണത്തെ കുതിപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്താണ്. അതുകൊണ്ട് ഞങ്ങള് വളരെ കൂളാണ് ഇന്ന് ഈ ഫൈനൽ കാണുമ്പോൾ. കൂളാണ് എന്നുള്ളത് ഇവരുടെയൊക്കെ ഹൃദയമിടിപ്പ് ഇപ്പൊ നോക്കിയാൽ മതി. അത് കരഞ്ഞ് വേദനയേറ്റ ഹൃദയമാണ്. അതുകൊണ്ടാ ബ്രസീൽ തോറ്റതുകൊണ്ട് നല്ല വേദന. ഫൈസൽ ഹംസയുടെ ഒരു പാക്കേജ് ഉണ്ട്. ഫൈസൽ ഹംസയുടെ നമ്മുടെ വിനീത വേണു ഇവിടെ ഇല്ലല്ലേ? വിനീത വേണു ഒക്കെ കരഞ്ഞ് നെഞ്ച് തകർന്ന് എഴുതി. പിന്നെ അതിനുശേഷം ഓരോ ആളുകളും അവരെ പിന്തുണച്ച ഓരോ ടീമും പോകുമ്പോഴും ആ കരച്ചിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ കളി തലച്ചോറ് കണ്ട് കളിക്കുന്ന ഗെയിമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച ടീമാണ് ശരിക്കും, അല്ലേ? അർജന്റീനയ്ക്ക് ഒരു കവിതയുണ്ട്, ഞാൻ സമ്മതിച്ചു. മാത്രം കളിച്ചാൽ നമുക്ക് ഒരിക്കലും ഒരു വലിയ ടൂർണമെന്റ് ജയിക്കാൻ പറ്റില്ല. അതിൽ കുറച്ച് വൈകാരികത കൂടി വേണം. അത് വലിയ ടൂർണമെന്റിലെ ഏറ്റവും വലിയ വേദിയിൽ അവസാന കലാശപ്പോരിലേക്കൊക്കെ വരുമ്പോൾ തലച്ചോറ് കുറച്ച് വൈകാരികത. അർജന്റീന കളിക്കുന്ന ഫിസിക്കൽ കളി സ്പെയിൻ കളിക്കാൻ പറ്റും. മൊറോക്കോയെ പിടിക്കണം. ഓരോ ടീമിനെതിരെയും ഓരോ തന്ത്രം. എന്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ,
കഴിഞ്ഞ കേപ്പ് വർദ്ധയ്ക്കെതിരെ എന്താ ഇത്ര വിയർത്തത്? അവര് നല്ല ടീമായിരുന്നു. അതിനേക്കാൾ ഈ കേപ്പ് അല്ല, ഈ കേപ്പ് വെറുതെ എന്താണ് സ്പെയിന് തോൽപ്പിക്കാൻ പറ്റാഞ്ഞത്? അവര് നല്ല ടീമായിരുന്നു. ഇതൊന്നും ചോദിക്കില്ലേ, നോവോ? പ്രിലിമിനറി റൗണ്ടിൽ നിങ്ങൾക്ക് തോൽപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ശരിയാ. കേപ്പ് വർദ്ധ കേട്ടോ. ആദ്യമായിട്ട് വലിയൊരു ടീമിനോട് കളിക്കുന്നത് സ്പെയിനോടായിരുന്നു. എന്നിട്ട് ഈക്വൽ പിടിച്ചു. റാങ്കിങ് എത്രയായിരുന്നു? സമനില കൊണ്ട് രക്ഷപ്പെട്ടു. ഓടി രക്ഷപ്പെട്ടു. നിങ്ങൾ കഷ്ടപ്പെട്ട് സമനിലയ്ക്ക് പിടിച്ച, നിങ്ങൾ കഷ്ടപ്പെട്ട് സമനില പിടിച്ച കേപ്പ് തോൽപ്പിച്ച് വന്നൊരു ടീം കൂടി ഉണ്ട് അർജന്റീന. നമ്മൾ ഈ പറയുന്ന വാചകമടിക്കും അപ്പുറത്തേക്ക് ചില കണക്ക് പറയുന്ന വാചകടിയാന്ന് അറിയാം കേട്ടോ. നമ്മളെന്താ പറഞ്ഞേ? ഞങ്ങൾ കണക്ക് ഒറ്റ കാര്യമുള്ളൂ. ഇത്തവണ അർജന്റീന എത്ര ഗോൾ വഴങ്ങി? അർജന്റീന ഇത്തവണ വഴങ്ങിയത് ഞാൻ പറയാം 7 ഗോൾ. സ്പെയിൻ എത്ര വഴങ്ങി? സ്പെയിൻ ഒരേ ഒരു ഗോൾ. ഓക്കെ, അർജന്റീന 19 ഗോൾ കളിക്കുന്നത്. ഒരേ ഒരു ഗോൾ മാത്രം വഴങ്ങിയ സ്പെയിനും 7 ഗോൾ വഴങ്ങിയ അർജന്റീനയും തമ്മിലാണ് ഇത് മത്സരം. 19 ഗോൾ അടിച്ച അർജന്റീനയും 13 ഗോൾ മാത്രം അടിച്ച സ്പെയിനും തമ്മിൽ അർജന്റീനയ്ക്ക് ഒത്ത ടീമിനെ കിട്ടിയപ്പോഴാ ഇംഗ്ലണ്ടുമായി കളിച്ചപ്പോ എന്നിട്ട് തോൽപ്പിച്ചില്ലേ? പിച്ചു. പക്ഷെ മറുഭാഗത്ത് തോൽപ്പിച്ചത് ഫേവറേറ്റുകളായിരുന്ന ഫ്രാൻസിനെ തോൽപ്പിച്ചിട്ടാണ്. പോർച്ചുഗൽ 8 കളിയുള്ള ടൂർണമെന്റ് ആണ്. 8 കളിയിൽ 4 കളിയും എല്ലാ പ്രമുഖ ടീമുകൾക്കെതിരെ. അതായത് 3 ഫൈനലുകൾ കളിച്ചിട്ടാണ് അർജന്റീന നേരിടാൻ വേണ്ടി സ്പെയിൻ വരുന്നത്. നിങ്ങൾ ഒരു ഫൈനൽ കളിച്ചു. ഒരു കാര്യം വീണ്ടും പറഞ്ഞു, അർജന്റീനയ്ക്ക് നിങ്ങൾ കളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. ഇപ്പോഴല്ലേ കിട്ടിയത്. നോക്കൌട്ടിലെങ്ങാണ് കിട്ടിയിരുന്നെങ്കിൽ മെസ്സിയും ടീമും ഒക്കെ വീട്ടിൽ പോയിരുന്നു. ഈ ഫൈനൽ കണ്ടല്ലേ മെസ്സി കളിക്കാത്ത ഒരു കളി 18-ലെ കഥ. ശരി, അപ്പൊ നമുക്ക് കണക്കിലേക്ക് കൂടി പോകാം. വന്നിട്ടില്ലാത്ത ടീമായിട്ട് പറയുന്നത്. അല്ല, ഒരു മിനിറ്റ് കാണിച്ചു. ഡോക്ടർ അങ്ങ് പറയാം, ഏത് ടീമാ? ഹൃദയം കൊണ്ട് തലച്ചോറ് കൊണ്ട് സ്പെയിനുമാണ്. അതല്ലെങ്കിൽ ഏറി പോകുമല്ലോ. ഐ ലവ് മെസ്സി, ഐ ലൈക്ക് മെസ്സി. പക്ഷേ ഐ ലവ് ആൻഡ് ലൈക്ക് സ്പെയിൻ. ഓക്കെ, ഒരു അക്കാര്യത്തിൽ നമ്മൾ തുല്യ നോക്കി തരാം. ടാറ്റു അടിച്ചിട്ട് ഞാൻ അർജന്റീനയെ കുറ്റം പറയേണ്ട അവസ്ഥ. അർജന്റീനയാണ്. അല്ല, 2010-ലെ കപ്പടിക്കുമ്പോഴുള്ള കട്ട അർജന്റീന ഫാനാണ് സ്പെയിൻ ഫാനാണ് കാണുന്നത്. 2010-ൽ ഞാൻ 3 പേര് മാത്രം ഞങ്ങളുടെ കാര്യവട്ടം ക്യാമ്പസിൽ സ്പെയിൻ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും അണ്ടർ റേറ്റ് ചെയ്തിട്ടിരുന്ന ടീമായിരുന്നു സ്പെയിൻ. ബട്ട് അന്ന് ഇനിയസ്റ്റയും സംഘം ഇറങ്ങി കളി കളിച്ചപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ അന്ന് അവിടെ വലിയ LED സ്ക്രീനൊക്കെ വെച്ചിട്ടാണ് ആഘോഷിച്ചത്. അന്ന് തുടങ്ങിയത്. പക്ഷെ നിർഭാഗ്യം കൊണ്ട് അതിന് ശേഷമുള്ള ഒരു ഫൈനലിൽ നമുക്ക് എത്താൻ പറ്റില്ല. ദാറ്റ്സ് ഫാക്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള സ്പെയിൻ കിടു സ്പെയിനാണ്. നമുക്ക് കണക്കൊന്ന് നോക്കാം. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതൊക്കെ വെച്ച് അല്ല, അതിന് മുമ്പ്, ആ കണക്കിന് മുമ്പ് ബ്രേക്ക് വേണം. ബ്രേക്ക് പെട്ടെന്ന് വരും. ബ്രേക്കിന്റെ കണക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രേക്കിന്റെ കണക്ക് ഞാനെങ്കിലും എടുക്കണമല്ലോ.